ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ നല്ലൊരു തുടക്കമാണ്. നല്ല മഴച്ചാറ്റലുണ്ട്, മഴ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണിച്ചുതരാം. കണ്ടോ റോട്ടിലൊക്കെ ഇനിയിപ്പോൾ മഴ പെയ്ത് അറിയുന്നുണ്ടോ? ഇവിടെ മഴ പെയ്തിട്ട് ചാറ്റലുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ വണ്ടിയിലത്തൊക്കെ പൊടിയും ചളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പിക്കപ്പ് തന്നെയാണ്. പൊടി നിന്നിട്ടായാലും മഴ ചാറ്റലടിച്ചിട്ടുണ്ടോ, ആകെ ഇതായിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്, കാരണം മഴയോടുകൂടിയുള്ളൊരു തുടക്കമാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ മഴ വീണ്. ഇന്നലെ പറഞ്ഞില്ലേ, ഒരു മഴക്കോൾഡ് പറഞ്ഞ പോലെ ഇന്നലത്തെ മഴക്കോൾ ഇന്നാണ് കാണുന്നത്. ഇന്നൊരു നല്ല മഴ പെയ്താൽ മതിയായിരുന്നു. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടികൾ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ബെൻസിലാണ്. അപ്പോൾ ബെൻസ് ഇറക്കണമെങ്കിൽ ആദ്യം റേഞ്ച് ഇറക്കണം. അപ്പോൾ റേഞ്ച് ഇറക്കണമെങ്കിൽ ഇത് ചാവി സെക്കൻഡത്താണ്. സെക്കൻഡിന് ചാവി ഓടിക്കാൻ വേണ്ടി പഠിക്കാറ്. ചാവി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി ആദ്യം ഇറക്കുക, പിന്നെ ഈ വണ്ടി പുറത്തേക്ക് ഇറക്കുക, പിന്നെ ഇത് പിന്നെ ഉള്ളിൽ കയറ്റുക. അതെന്താണ് ഞാൻ കാണിച്ചാൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബെൻസ് ഒന്ന് സ്റ്റാർട്ടാക്കിയിടാം. ഇതൊന്ന് വാമാവട്ടെ, അപ്പത്തിന് നമുക്ക് റേഞ്ചിൻ്റെ കീ കിട്ടും. അപ്പോൾ റേഞ്ചിൻ്റെ കീ കിട്ടിയാൽ അതൊന്ന് സ്റ്റാർട്ടാക്കിയിടാം. കാരണം മഴ പെയ്തപ്പോൾ നമ്മുടെ വീടിൻ്റെ ചെടികളൊക്കെ ഒന്ന് പച്ചപ്പ് ചളിയൊക്കെ പൊടിയൊക്കെ പോയപ്പോഴേ ആ പച്ചപ്പ് ഒന്ന് എടുത്ത് കാണിക്കാൻ തുടങ്ങി. മഴ ചാറുന്നുണ്ട്, ഫോണിലൂടെ കാണില്ല, പക്ഷെ മഴ ചാറുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഈ മഴ പെയ്തതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഖത്തറിൽ. ആ ഒരു മൂടി നിൽക്കുന്ന കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പോയി. മഴ പെയ്യണ കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. റേഞ്ചിനെ നമുക്ക് ബെൻസ് നിർത്തുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് ബെൻസിനെ റേഞ്ച് നിർത്തുന്ന സ്ഥലത്തേക്ക് നിർത്താം. എന്തൊക്കെ പറയുമെന്ന് വിചാരിക്കണ്ടാവില്ലേ, കാണിച്ചുതരാം. ഇതൊരു വലിയൊരു പണിയാണ്. അതായത് ഈ വണ്ടി ഇറക്കുക, എന്നിട്ട് മറ്റേ വണ്ടി ഇറക്കുക, എന്നിട്ട് ഈ വണ്ടി കയറ്റുക, എന്നിട്ട് മറ്റേ വണ്ടി പുറത്തേക്ക് ഇടുക. ഇതൊരു ചെറിയ പണിയാണ്. രാവിലെ എണീച്ചാൽ എക്സസൈസ് ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ് പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ നമുക്ക് റേഞ്ചിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇറക്കാം. കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേ ഒരു പണിയാണ്. ഇതിപ്പോൾ ഞാൻ മാക്സിമം കൊണ്ട് പോകാൻ നിൽക്കണുള്ളൂ. അതായത് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വന്നാലും ഇതേപോലെ തന്നെ വണ്ടി ഇറക്കുക, നമ്മുടെ റേഞ്ച് ഇറക്കുക, ബെൻസ് ഉള്ളിൽ കയറ്റുക, പിന്നെ റേഞ്ച് തിരിച്ച് കയറ്റുക. പിന്നെ അതേപോലെ തന്നെയാണ് മരുന്ന് എടുക്കാൻ വേണ്ടി പോകുമ്പോഴും റേഞ്ച് ഇറക്കുക, ബെൻസ് ഇറക്കുക, റേഞ്ച് പിന്നെയും കയറ്റിയിടുക. ഉച്ചയ്ക്ക് പോയി വരുമ്പോഴും ഇതേ പരിപാടി ചെയ്യണം. കാര്യമില്ല.
ഇനിയിപ്പോൾ പരിപാടി പറഞ്ഞാൽ വണ്ടി ക്ലീൻ ആക്കണതിലാണ്. അതായത് രാവിലെ ശരിക്കും മൊത്തത്തിലൊന്ന് വണ്ടി തുടച്ച് ഇതാക്കും. പക്ഷെ ഇന്നിപ്പോൾ മഴ കാരണം കൊണ്ട് ക്ലീൻ ആക്കണ്ട. കാരണം എന്താ പറയുക, ഓൾറെഡി നമ്മൾ റണ്ണിങ്ങിലാകുമ്പോൾ ചളിയാവും. പോയി വന്നിട്ട് എന്താ ലെവൽ നോക്കിയിട്ട് കഴുകണമെങ്കിൽ കഴുകുക, അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ വിചാരിക്കാം. ആദ്യം കാലാവസ്ഥേൻ്റെ ഒരു ഇത് നോക്കാം എന്താ ലെവലെന്നുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മാഡത്തിന് പറിക്കുള്ളൂ. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക്. നമ്മുടെ സിഗ്നൽ എന്താണെന്ന് അറിയില്ല, 3 വട്ടം കഴിഞ്ഞിട്ടാണ് തുറന്നത്. ഒരുപാട് ടൈം എടുത്തു. 10-15 മിനിറ്റോളം നമ്മൾ സിഗ്നലിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ മാഡത്തിൻ്റെ ഓഫീസിൽ നമ്മൾ നേരെ തിരിച്ച് പോവുക. ഇനി മെല്ലെ വീട്ടിലേക്ക് പോവുക. കണ്ടത് മാഡത്തിൻ്റെ ഓഫീസിൻ്റെ ബേസ്മെൻറ്റാണ്. ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ നമ്മൾ ഇറക്കാം. മാഡത്തിന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ ഇറക്കും. നമ്മളിനി പുറത്തേക്ക് പോവാം. പുറത്താണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു തെറ്റില്ലാത്തൊരു ക്ലൈമറ്റാണ് പറഞ്ഞ പോലെ. കണ്ട, നമ്മൾ രാവിലെ കാണിച്ച പോലത്തെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ, വീട്ടിൽ പോയാൽ എന്താ ലെവൽ നോക്കിയിട്ട് ബാക്കി ചെയ്യാം. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് ഫോൺ എടുത്ത് വെക്കാം. നമ്മുടെ ഈ മുന്നിൽ ഈ കാണുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഖത്തർ യൂണിവേഴ്സിറ്റീൻ്റെ ഗേറ്റ് 1 എന്നുള്ള ഏരിയ ആണ്. അതായത് ഈ കാണുന്ന ഗേറ്റ് ഉണ്ട്, അത് ഖത്തർ യൂണിവേഴ്സിറ്റീൻ്റെ ഗേറ്റ് 1 ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ മാഡത്തിൻ്റെ ഓഫീസ് ഈ ഭാഗത്താണ്, കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ ഫുർസിയ പള്ളീനോട് എത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫുർസിയ പള്ളി. പലർക്കും അറിയായിരിക്കും, നമ്മുടെ ഫുറൂസിയ എന്ന് പറയുന്ന കുതിര ഓട്ടത്തിനെ പറയുന്നതാണ് ഫുറൂസിയ എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കുതിര ഓട്ടം നടക്കുന്നൊരു ഇതുണ്ട്. അതായത് ഈ ഒരു കാണുന്ന ഒരു ആർച്ച് ചെറുതായിട്ട് കാണാം, വണ്ടികളിലും കൂടെ കാണാനായിട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ പള്ളിയാണ് നമ്മുടെ ഫുറൂസിയ പള്ളി. നമ്മൾ നമ്മുടെ സിഗ്നലിൽ നിൽക്കുകയാണ്, ലെഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറച്ച് കുറവാണ്, ആകെ ഒരു പുള്ളിയും കൂടി ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും പെട്രോൾ ഫില്ല് ചെയ്യാൻ പോകണം. അതിന് ശേഷം ചിലപ്പോൾ ഒന്ന് വണ്ടി കഴുകേണ്ടി വരുമോ വേണോ വേണ്ടി വെച്ചിട്ട് നിൽക്കണം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീൻ്റെ അവസ്ഥ എന്തായെന്നുള്ളത് ഞാൻ വണ്ടിയിൽ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം, എന്താണ് വണ്ടീൻ്റെ ലെവൽ എന്നുള്ളത്. കാരണം ഇവിടെ മഴ ഫുള്ള് പെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല, പിന്നെ സീനില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചളിയൊക്കെ പോവുകയും ചെയ്യും, പിന്നെ റോഡ് കറങ്ങണം, പിന്നെ ചളിയാവില്ല, അപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു ടൈപ്പ് പൊടിയാണ്, എപ്പോഴും ഒരു പൊടി പിടിച്ച ഒരു കാലാവസ്ഥ പോലത്തെ ഒരു ഏരിയയാണ് നമ്മുടേത്. അതായത് പൊടി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അത് വണ്ടിയിൽ നിൽക്കും. പക്ഷെ അത് അറിയില്ല. പക്ഷെ മഴ ഒന്ന് ചാറിപ്പോയാൽ വണ്ടീൻ്റെ അവസ്ഥ ആകെ കുളമാവും. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടീൻ്റെ കോലം കാണിച്ചു തരാം, വണ്ടീൻ്റെ പുറത്ത് കറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ അവസ്ഥ എന്ന്. ഇനിയിപ്പോൾ നോക്കട്ടെ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ. നല്ല മഴ ചാറുകയാണെങ്കിൽ പിന്നെ വണ്ടി കഴുകില്ല. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ പോണതിൻ്റെ മുന്നോടിയായിട്ട് മഴയൊന്നുമില്ല, വെയിലുണ്ട് പറഞ്ഞാൽ കഴുകിയിട്ട് കൊണ്ടുപോകാം. സൂര്യൻ മെല്ലെ പുറത്തേക്ക് ചാടാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും വണ്ടി കഴുകേണ്ടി വരും എന്നാണ്. കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ല, അന്തരീക്ഷം. അതായത് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മഴ ചാറിയാൽ ആ പൊടിപടലങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും മഴ ചാറിയാൽ. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, ഒന്നും കൂടി അടിപൊളി ക്ലിയർ വ്യൂ ആയിരിക്കും. അതപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ. അയ്യവാ, സംഭവം അടിപൊളിയായി. നമ്മുടെ ഖലീഫ സ്റ്റേഡിയം, അതേപോലെ വില്ലാജിയോ, ടോർച്ച് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊടി, ഞാൻ പറഞ്ഞില്ല, പൊടീൻ്റെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് അതാണ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കാണൂല. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരു 98% ഗവൺമെൻറ്റിൻ്റെ പമ്പായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ വക്കൂത്ത് കണ്ടാ, ഒന്നിപ്പോൾ തിരക്കുണ്ടാവും. രാവിലത്തെ ടൈമല്ല, എല്ലാവരും വരും എണ്ണടിക്കാൻ. നമുക്ക് ഇതിലിടാം, നമ്മുടെ പെട്രോൾ ടാങ്ക് ഈ ഭാഗത്താണ് വരുന്നത്, ഇവിടെ ഇടാം. അപ്പം നമ്മുടെ വണ്ടിയിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പില്ല. ബാക്കിയുള്ള വണ്ടികളൊക്കെ ചിപ്പുണ്ട്, നമ്മുടെ ബെൻസിൽ ചിപ്പില്ല. നമ്മൾ ക്യാഷാണ് ചെയ്യൽ. അപ്പോൾ പറയാം, ആൾ വരുന്നുണ്ട്, പറഞ്ഞു പോകാം. ബൈ സൂപ്പർ ഫുൾ. നമ്മുടെ ഈ സൂപ്പർ അടിക്കൽ ഫുള്ളാക്കിയാൽ നമുക്കിപ്പോൾ ഇതിൽ ഒരു ഇതുള്ളൂ, 171 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ എത്ര റുപ്യ കയറും എന്നുള്ളത്
നോക്കാം. ഏകദേശം 100-115 ഉറുപ്പ്യക്കുള്ള പെട്രോൾ ഇപ്പോൾ കയറും എൻ്റെ ഒരു കണക്ക് പ്രകാരം. അങ്ങനെ നമ്മൾ എണ്ണ അടിച്ച് ഫുള്ളാക്കി 121 ഉറുപ്പ്യക്കുള്ള പെട്രോൾ ഇപ്പോൾ കയറിയാൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടീൻ്റെ കോലം ഒന്ന് കാണിച്ചു തരാം എന്താണ് എന്നുള്ളത്. നമ്മുടെ വീടെത്താനേ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് വണ്ടീൻ്റെ കോലം നിങ്ങൾക്ക് കാണിച്ചു തരാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണ്ടോ വണ്ടി, ഫുള്ള് തിളക്കി നിൽക്കണ പോലെ. പക്ഷേ വണ്ടീൻ്റെ യഥാർത്ഥ കോലം കാണണമെങ്കിൽ കണ്ടോ, അതായത് ഫുള്ള് കൊത്തുമുള്ളി കൊടുക്കുന്നുണ്ടോ. ഇതിപ്പോൾ എന്തപ്പത്ര ചളിയെന്ന് ചോദിക്കും. ഇതൊക്കെ ഇവിടെ ഭയങ്കര ചളിയാണ് കണ്ടോ. പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ കാണില്ല, പക്ഷെ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് അതിൽ വന്നിരിക്കുന്ന പുള്ളികളുണ്ടോ. ഇത് കറുപ്പ് വണ്ടിയാകുമ്പോൾ എടുത്ത് അറിയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കണ്ടോ. അപ്പോൾ എന്തായാലും വണ്ടി നോക്കട്ടെ. അപ്പോൾ ഒരു വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും വണ്ടിയോടൊന്ന് കഴുകി വെള്ളമടിച്ച് നടക്കേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടീനെ ഇറക്കുക, മറ്റേ വണ്ടി കയറ്റുക, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഈ വണ്ടി കണ്ടാലും വലിയ ചളിയോ പൊടിയോ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും, ഫുള്ള് ബ്ലാക്ക്. പക്ഷേ ഇതിലൊക്കെ അങ്ങനെ പൊടിയൊക്കെ കിടക്കുകയാണ് കണ്ടോ. ചളിയും പൊടിയൊക്കെ ആയിട്ട് പൂച്ചയൊക്കെ കയറി ആകെ ഇതായി കിടക്കുകയാണ് കണ്ടോ, പൊടിയും ചളിയൊക്കെ. പക്ഷേ അത് ഇങ്ങനെ ഒരു ക്ലൈമറ്റിൻ്റെ ഇത് കൊണ്ടും പിന്നെ അങ്ങനെ പെട്ടെന്ന് അറിയില്ല, പക്ഷേ നല്ല പൊടിയും ചളിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇറക്കി കയറ്റുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നൊക്കെ നമുക്ക് ഇത്ര വെക്കണം. നമുക്ക് ഇനി വണ്ടി കഴുകുന്ന പരിപാടിയൊക്കെ നമുക്ക് പിന്നെ ഒരു വ്ളോഗിൽ ചെയ്യാം. ഇന്നിപ്പോൾ എത്ര മതി, ഇതന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും വിചാരിക്കണത്. ഇനി എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വണ്ടി വെറുതെ തുടച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി മഴ പെയ്യണമെങ്കിൽ പിന്നെ കഴുകിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസുമായി വരുന്ന സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.